നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് എങ്ങനെയെങ്കിലും ഇന്ദിരാമ്മയെ ഒന്ന് അണിനയിപ്പിക്കാനായിട്ട് അനന്തരും അച്യുതനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ഇന്ദിരാമ്മ അടുത്തില്ല. ഇന്ദിരാമ്മ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും എന്നോട് പറയണ്ട. കൃത്യസമയത്ത് ആരും അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഗോമതിയുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഗോമതി ആ അഗ്നികുണ്ഡത്തിലേക്ക് വീടില്ലായിരുന്നോ? ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന തെറ്റല്ല നിങ്ങൾ ചെയ്തേ. അവൾ എന്റെ മോളാ, അവൾക്കൊരു പോറല് പറ്റി എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു. അനന്തം പറഞ്ഞു, അമ്മ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, പോട്ടെ. ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർത്ത് അമ്മ സങ്കടപ്പെടാന്ന് പറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ മക്കളാന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസം കാണിക്കാന്ന് വിചാരിച്ചോ? ഒരിക്കലും ഈ ഇന്ദിരാമ്മയ്ക്ക് അത് കണ്ടോണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത വന്നിട്ട് പറഞ്ഞു, പോട്ടെ അമ്മേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അവന്റെ ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ. അബദ്ധം? ഇതാണോ അബദ്ധം? എന്നാണെങ്കിലും പട്ടിണി കടന്ന് ഞാൻ ചാവൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അമ്മ പട്ടിണി കിടന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയി പിന്നെ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ഇന്ദിരാമ്മയ്ക്ക് സഹിച്ചില്ല. ഇന്ദിരാമ്മ പറഞ്ഞു, എന്തിനാ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സമയത്താണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യ അവിടെ നിൽക്കുവാണ്. ഇവരുടെ വഴക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അകത്തേക്ക് കയറി വന്നില്ല, പുറത്ത് തന്നെ നിന്നു. അവരാണെങ്കിലോ സുകന്യ ഒട്ട് കണ്ടതുമില്ല. ഇന്ദിരാമ്മ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഗോമതയെ ഇല്ലാതാക്കിയിട്ട് സ്വത്തുക്കൾ കൈയടക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനന്ത് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? അതേടാ, ഗോമതയുടെ പേരിലല്ലേ ഈ വീട് സ്ഥലമൊക്കെ കിടക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ഗോമത ഇല്ലാതാക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിനക്ക് സ്വന്തമാക്കാലോ. ഇത് കേട്ട സുകന്യ ഇന്ന് ഞെട്ടിപ്പോയി. അപ്പൊ താൻ അറിയാത്ത സത്യങ്ങൾ വേറെ പലതും ഉണ്ടോ? ഇതൊന്നും തനിക്ക് അറിയത്തുണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇന്ദിരാമ്മ പറഞ്ഞു, അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഇനി നിങ്ങൾ കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ, എല്ലാ സത്യങ്ങളും ഞാൻ അങ്ങോട്ട് വെട്ടി തുറന്ന് പറയൂന്നൊക്കെ പറഞ്ഞു. നന്ദിത പറഞ്ഞു, അമ്മ പോട്ടമ്മേ, ഈ ഒരു തവണത്തേക്കൂടി ക്ഷമിക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്ന പോലെ അമ്മ പറയുന്ന ഞങ്ങൾ അനുസരിച്ചോളാന്നൊക്കെ പറഞ്ഞു. അമ്മ വന്ന് ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, അതേ അമ്മേ, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അനന്തനും അച്യുതനും അവരിലേക്ക് അങ്ങോട്ട് പോയി. രാജശ്രീ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോഴാണ് രാജശ്രീ പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. സുകന്യ അവിടെ നിൽക്കുന്നത്. ഇവളോ? ഇനിയിപ്പം കൃഷ്ണമംഗലത്തെ കാര്യങ്ങളെക്കുറിച്ച് സ്വത്തുക്കളെ കുറിച്ച് പറഞ്ഞൊക്കെ ഇവള് കേട്ടിട്ടുണ്ടായിരിക്കുവോ? ദൈവമേ, അങ്ങനെയാണ് പ്രശ്നമാണല്ലോ എന്നൊരു ചിന്ത രാജശ്രീയുടെ മനസ്സിലുണ്ടായി. പിന്നീട് സുകന്യയെ കൊണ്ട് രാജശ്രീ മുറിയിലേക്ക് വന്നു. AC ഇട്ട് കൊടുക്കുവാണ്. ആ സമയത്ത് സുകന്യ രാജശ്രീനെ നോക്കി. രാജശ്രീ ചോദിച്ചു, അല്ല തണുപ്പുണ്ടോ സുകന്യെന്ന് ചോദിച്ചു. എനിക്ക് നല്ല തണുപ്പാപ്പ, പക്ഷെ ഇപ്പൊ ചൂട് പിടിച്ചിരിക്കുന്ന ആള് ചേച്ചിയാണല്ലോ. ചേച്ചിക്കാണല്ലോ ചൂട്, ചേച്ചിനെ വേർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എങ്ങനെ ചൂട് പിടിക്കാതിരിക്കും? അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ പുറത്തു വന്നിരിക്കുന്നേ. ഞാൻ കേട്ടോ ഇല്ലയോ എന്ന് ചേച്ചിക്ക് ഒരു സംശയം ഉണ്ടല്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല അത് പിന്നെ, അല്ല നീ എപ്പോഴും സുകന്യ വന്നേന്ന് ചോദിച്ചു. ഞാൻ ഇത്ര സമയം ആയായിരുന്നു പറഞ്ഞു. എന്നോട് നീ എന്താ വിളിക്കായിരുന്നേ? അല്ല, നിങ്ങള് കൊടുമ്പിരി കൊണ്ട ചർച്ചയിലായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ എന്തിനാ വിളിക്കണമെന്ന് ഓർത്താ വിളിക്കാതിരുന്നേ. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അല്ല അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അല്ല അത് പിന്നെ ഞങ്ങൾ പറഞ്ഞ് എന്തേലും കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടു. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോ രാജശ്രീക്ക് ടെൻഷനായി. അല്ല, സ്വത്തുക്കൾ മൊത്തം ഗോമതി ചേച്ചിയുടെ പേരിലല്ലേ എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു സുകന്യ. അത് കേട്ട് കഴിഞ്ഞപ്പോ രാജശ്രീ പറഞ്ഞു, എന്ന് നിന്നോട് ആര് പറഞ്ഞു? അതല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും കേട്ടെന്ന് പറഞ്ഞേ. അത് കേട്ടപ്പോ രാജശ്രീക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. രാജശ്രീ പറഞ്ഞു, അത് പിന്നെ പണ്ടെങ്കോ അച്ഛൻ എന്തോ ഒരു കാര്യം എഴുതി വെച്ചിരുന്ന വിൽപ്പത്രമാണെന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം ഗോമതി ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ചു. അതിന് വലിയ വാല്യൂ ഒന്നും ഇല്ലെന്നേ. അച്യുതേട്ടനൊക്കെ വില്ലേജിലും അവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ, അതിനകത്തൊന്നും വലിയ കഥയില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അപ്പൊ ഈ വിൽപത്രത്തിന് ഒരു വിലയില്ലല്ലേ? ഇല്ലാന്നേ, അത് ചുമ്മാതെയാ. അല്ല, ഗോമതി ചേച്ചിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ചോദിച്ചു. എന്തിന്? വിലയില്ലാത്ത വിൽപത്രത്തെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എന്നിട്ട് ചേച്ചി എന്നോട് ഇതുവരെയായിട്ട് ഇത് പറഞ്ഞിട്ടില്ലോ? അതിപ്പോ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ സുകന്യക്ക് അറിയാലോ. അച്യുതേട്ടനും അനന്തേട്ടനും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ നിന്നോട് ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നേ? അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. അല്ല സുകന്യ ഇവിടെ ഇരിക്കുക, ഞാൻ നല്ല ചൂട് ചായയും പഴംപൊരും എടുത്തോണ്ട് തരാം. വേണ്ട, ചേച്ചി തന്നെ കുടിച്ചാ മതി, എനിക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? അതെ, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. ഗോമതി ചേച്ചി തനിച്ച് അടുക്കള കിടന്ന് ജോലി ചെയ്യുക. പാവം, ഇത്ര ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഒരു കണക്കിന് നോക്കിയ പാവം തോന്നും. ഒരു വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യണം. ഒന്ന് പോയി സഹായിക്കാന്ന് കരുതി. അതും പറഞ്ഞ സുകന്യം കൂടി തിരിഞ്ഞപ്പത്തേനും
രാജശ്രീ കയ്യിലേക്ക് വിളിച്ചു. സുകന്യ അങ്ങനെ അങ്ങോട്ട് പോവല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്ത്? നീ കുറച്ചേരം ഇവിടെ ഇരുന്ന് തണുപ്പൊക്കെ അടിച്ചിട്ട് പോയാൽ മതി. അതെ, ഇപ്പൊ നന്നായിട്ട് തണുത്തിരിക്കുക എന്റെ അകവും പുറവും ഒക്കെ. ഞാൻ പോട്ടെ, എനിക്ക് ചെന്നിട്ടെ കുറച്ച് പണിയുണ്ട്. പിന്നെ ഇടയ്ക്ക് ചേച്ചിനെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാ. അതേ സമയം ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ലോ, ഞാൻ പെട്ടെന്ന് പോവാ, പിന്നെ വരാന്ന് പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് പോയി. രാജശ്രീക്ക് ടെൻഷനായി. ഇവള് പണി തരുമോ എനിക്കിട്ട്? ഇനി ഗോമതിയോട് എങ്ങാനും സത്യങ്ങൾ തുറന്നു പറഞ്ഞ് അതോടുകൂടി തീർന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് രാജശ്രീ നിൽക്കുന്നത്. അതേ സമയത്ത് ഗോമതിയും ഇത്ര അടുക്കളയിലായിരുന്നു, കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഓർത്തു, ഇവരെന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? പറയണ്ട കാര്യമില്ലായിരുന്നു. ഇനി ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് വരും പിശാച്, മനുഷ്യരോട് സമാധാനം തരത്തില്ല. പക്ഷേ നേരെ തിരിച്ചാ സംഭവിച്ചേ. സുകന്യ അടുക്കളയിലേക്ക് വന്നിട്ട്, ആവു എന്തൊരു നല്ല സ്മെല്ല്, നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതിയും ഇത്രയും പരസ്പരം നോക്കുകയാണ്. അല്ലേ ചേച്ചി, ഇതെന്താ ഇത്ര നല്ല സ്മെല്ല് വരുന്നേ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ നല്ല കുടമ്പുളിയൊക്കെ ഇട്ടാന്ന് പറഞ്ഞു. അതിന്റെ ആയിരിക്കും അല്ലേ, ഇത്തിരി തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കൈക്കകത്തോ? അതേനെ കൈക്കകത്ത് മതി. അങ്ങനെ കൈക്കകത്തേക്ക് കൊടുത്തു. ഇത്തിരി രുചിച്ചു നോക്കി. സൂപ്പർ, ഇത്ര നല്ല ടേസ്റ്റുള്ള കറി ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. ചേച്ചിയുടെ കൈപുണ്യം സമ്മതിച്ചു വന്നിരിക്കുന്നു. ചേച്ചി എന്നെയും കൂടി ഈ പാചകമൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കോമതിയും ഇത്ര ഒരു അന്താളിപ്പോട് കൂടി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ. ഒന്നും മനസ്സിലായില്ല അവർക്ക് എന്താന്ന്. എന്താ ചേച്ചി എന്താ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നീട് സുകന്യ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരിക്കുന്ന ടിന്നെടുത്തു. ഇതെന്താ ചേച്ചിന്ന് ചോദിച്ചു. ഇത് മഞ്ഞപ്പൊടി. ഞാൻ കരുതി മല്ലിപ്പൊടി ആയിരിക്കുന്ന. ചേച്ചി ഇനി അതിനകത്ത് എന്തെങ്കിലും ചേർക്കാനുണ്ടോന്ന് ചോദിച്ചു. ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞു. ഞാനിടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്പൂണിനകത്ത് കുറെ എടുക്കണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, അത്ര ഇടല്, അതിന്റെ ഒരു 1/4 പോലും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടു. പിന്നീട് ഗോമതി പറഞ്ഞു, എന്നാ അത് ഇളക്കാൻ പറയണ. അങ്ങനെ സുകന്യ ഇളക്കുവാണ്. മിത്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയം സുകന്യ മിത്രമോളേന്ന് വിളിച്ചു. മിത്രമോളേന്നോ? സുകന്യച്ചി എന്താ വിളിച്ചേ? മിത്രമോളേന്ന് കേട്ടില്ലേ? നീ ഒന്നുമല്ലല്ലോ എന്റെ അനുജിത്തിയല്ലേ, അപ്പൊ ഞാൻ അങ്ങനെയല്ലേ വിളിക്കണ്ടേന്ന് ചോദിച്ചു. മിത്രയുടെ കണ്ണും വിഴിഞ്ഞുപോയി. മിത്ര ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മിത്ര പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. മിത്ര അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ഗോമതി സുകന്യ അടിമുടി നോക്കി. ഇവൾക്ക് ഇത് എന്ത് പറ്റി? വല്ലാത്തൊരു മാറ്റമാണല്ലോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് തിരികെ വന്നു. ആ സമയം ഗോമതി ചോദിച്ചു, നീ എവിടെ പോയതാന്ന് ചോദിച്ചു. അതെ ഞാൻ പുറത്ത്. എന്തിന്? കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോ നോക്കിയതാ. എന്നിട്ട് പറക്കുന്നുണ്ടോ? ദേ നിൽക്കുന്ന ഒരു കാക്ക മലർന്ന് പറക്കുമല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് സുകന്യ ചോദിച്ചു, അല്ല മോളെ മിത്രേ, ഇതെന്തിനുള്ള കഷ്ണമാണെന്ന് ചോദിച്ചു. അത് സാമ്പാറിന് അരിഞ്ഞോണ്ടിരിക്കുക. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അരിയാം, മോൾ അങ്ങോട്ട് മാറി എന്നോളാൻ പറഞ്ഞു. സുകന്യ ശരിയാണ്, വേണ്ട ഞാൻ അരിഞ്ഞോളാം, മോൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുള്ളല്ലേ, പോയിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. ഒരന്താളിപ്പായിരുന്നു മിത്രയുടെ മുഖത്ത്. പിന്നീട് സുകന്യ അത് അരിയാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ആ സമയം ഗോമതി അടിച്ചു, അല്ല ചേച്ചി ഇത് 4 ഇഞ്ച് നീളത്തിലാണോ 1 ഇഞ്ച് നീളത്തിലാണോ കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതോ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഗോമതി അത് കാണിച്ചും പറഞ്ഞെല്ലാം കൊടുക്കുവാണ്. ഒന്നും മനസ്സിലായില്ല മിത്രയ്ക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കുമെന്ന് മിത്രയ്ക്ക് നന്നായി അറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ബാലൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് ആപ്പിളൊക്കെ ആയിട്ട് വരുന്നേ. പിന്നീട് അനുശ്രീയെ വിളിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ട് അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ അതിനകത്തുനിന്ന് തുറന്നെടുത്ത് കഴിക്കുക. എന്റെ മോളെ അത് കഴുകിയിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ പറഞ്ഞു. ആ സമയം ഗോമതി വന്നിട്ട് ബാലേട്ടൻ എത്തിയോ? ഇരിക്കുക, ഞാൻ ആഹാരം എടുത്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ ബാലനിരുന്നു. അപ്പോഴേക്കും ദേവിയും കൂടെ വന്നു. ശ്രീദേവി അവിടെ പിടിച്ചിരുത്താണ്. ആ സമയത്താണ് സുകന്യയുടെ വരവ്. സുകന്യ വന്നിട്ട് പറഞ്ഞു, അതെ ഗോമതി ചേച്ചിയും കൂടി ഇരിക്കാൻ പറഞ്ഞു. ഞാനോ? അതെ ഞാൻ വിളമ്പി തന്നോളാന്ന് പറഞ്ഞു. അത് വേണ്ട, അത് വേണമെന്ന് പറഞ്ഞു ഗോമതിയും പിടിച്ചിരുത്തി. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും വന്നു. അവരോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സുകന്യാണ് വിളമ്പുന്നത്. ആ സമയത്ത് ഗോമതി പറഞ്ഞു, ബാലേട്ട ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഇച്ചിരി കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട് കറികളൊക്കെ, കൊള്ളാവോന്ന് ചോദിച്ചു. കൊള്ളാം, ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെ ഇന്നത്തെ കറികളൊക്കെ ഉണ്ടാക്കിയത് സുകന്യാന്ന് പറഞ്ഞു. സുകന്യ? അതേന്നേ സുകന്യ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. മീനാക്ഷിയും മിത്രയൊക്കെ പരസ്പരം നോക്കണം. പാചകം പഠിക്കണമെന്ന് പറഞ്ഞ് എന്റെ കൂടെ അടുക്കളയിൽ കയറി. പിന്നീട് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അതെല്ലാം കേട്ട് സുകന്യ തന്നെയാണ് എല്ലാം തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മുതൽ കുക്കിംഗ് എല്ലാം ഞാനായിരിക്കും എന്ന് സുകന്യ പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, ഈ കുടുംബം എന്റേതായെന്ന് മനസ്സിലായത്. ഇതിനു മുമ്പ് ഞാൻ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, കണ്ടില്ലേ മീനാക്ഷി ചേച്ചി ഭയങ്കര മാറ്റമാ, എന്നാലും ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും അതറിയില്ല എന്ന് പറയണ. ബാലിലും ഗോമതിക്കും ഒക്കെ വീണ്ടും വീണ്ടും വിളമ്പി കൊടുത്ത് അവരെ
തീറ്റിക്കുകയാണ്. ഇച്ചിരൂടെ കഴിക്കാനും പറഞ്ഞിട്ട് ശ്രീദേവി മതി എന്നൊക്കെ പറഞ്ഞു. അത് പറ്റില്ല, ഈ സമയത്ത് നന്നായിട്ട് ആഹാരം കഴിക്കണം. ഇപ്പൊ 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇനിയാണ് കുഞ്ഞിന് വളർച്ചയൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കുകയാണ്. ഒന്നും മനസ്സിലാതെ മീനാക്ഷിയും ഇത്രയും കൂടി ഇരിക്കുകയാണ്. എന്തോ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷമൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.